നമസ്കാരം, ഫ്ലോട്ടിംഗ് വീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം ഇറ്റാലിയൻ വാഹന നിർമ്മാണ കമ്പനിയായ ബെനലിയുടെ TRK 502X എന്ന് പറയുന്ന ഒരു ടൂ വീലറാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു ഓഫ് റോഡ് അഡ്വഞ്ചർ വെഹിക്കിളാണ്. ഇതിൻ്റെ ബെനലിയുടെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 1911 തെരേസ ബോണി ബെനലി എന്ന് പറയുന്ന സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം തൻ്റെ 6 മക്കൾക്ക് വേണ്ടി ഒരു സ്റ്റേബിൾ ഇൻകത്തിന് വേണ്ടിയിട്ട് ആളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻകം എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ബിസിനസ്സാണ് ഈ ബെനലി മോട്ടോർ സൈക്കിൾസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. 1920 ബെനലി ഫസ്റ്റ് വെഹിക്കിൾ പുറത്തിറക്കുന്നത്. ഏകദേശം ഒരു 78cc ആയിരുന്നു ആ വെഹിക്കിളിന്. പിന്നീട് 1921 ഒരു 98cc ആണ് അടുത്ത വെഹിക്കിൾ ഇറങ്ങുന്നത്. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ബെനലി കമ്പനി പൂട്ടിപ്പോവുകയായിരുന്നു. പിന്നീട് വരുന്നത് 2005 ചൈനീസ് കമ്പനിയായ ക്വാൻചൈൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഏറ്റെടുക്കുകയായിരുന്നു. 2014 ബെനലി ആദ്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വാഹനങ്ങൾ ഇറക്കുന്നത്. അവർ ഇനീഷ്യൽ സ്റ്റേജിൽ ഏകദേശം 6 മോഡലുകൾ ഇറക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 15ഓളം മോഡൽസ് അവൈലബിൾ ആണ്. അപ്പം അതിലൊരു മോഡലായിട്ടുള്ള TRK 502X എന്ന് പറയുന്ന മോഡലാണ്, ആ വേരിയൻ്റാണ് ഇന്നിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഈ വെഹിക്കിളിന് 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് 502ഉം 502Xും. 502 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടെ സീറ്റ് ഹൈറ്റും കുറവുണ്ട്. ഫ്രണ്ടിലത്തെ വീലിനും ഒരു 2 ഇഞ്ച് കുറവുണ്ട്. ഇതിൻ്റെ വരുന്നത് 19 ഇഞ്ച് സ്പോക്ക് വീലാണ്, മറ്റേതിന് 17 ഇഞ്ച് അലോയ് മെറ്റലാണ് വരുന്നത്. TRK സീരീസ് എന്ന് പറയുന്നത് തന്നെ ഒരു അഡ്വഞ്ചർ ബൈക്ക് സീരീസ് ആണ്. ഇത് മെയിൻലി ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിന് യൂസ് ചെയ്യുന്ന വാഹനമാണ്. സിറ്റി ഡ്രൈവിനേക്കാളും കൂടുതലായിട്ട് ലോങ് ഡ്രൈവാണ് ഇത് കൂടുതലും നമ്മൾ ഉദ്ദേശിക്കുന്നത്, കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഈ 502X എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ മോഡൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് 19 ഇഞ്ച് വീൽസും റിയറിൽ വരുന്നത് 17 ഇഞ്ച് വീൽസുമാണ് വരുന്നത്. മറ്റേ 502 വരുന്നത് ഫ്രണ്ടും 17 ആണ്, റിയറും 17 ഇഞ്ച് വീൽസാണ് വരുന്നത്. അത് അലോയ്സ് ആണ്. ഇതിൽ സ്പോക്ക് വീൽസാണ് വരുന്നത്. ഈ വാഹനം 499cc 47 bhp ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഈ വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ 235 കിലോഗ്രാമാണ് ഈ വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 840 mm ആണ്. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് 20 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ ബട്ടിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ 50 mm ഇൻവേർട്ടഡ് ഫോക്സ് ആണ് വരുന്നത്. വിത്ത് നോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വരുന്നില്ല. റിയറിൽ വരുന്നത് സിംഗിൾ ഷോക്കാണ്, പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക്കാണ് വരുന്നത് 320 mm. ബാക്കിൽ സിംഗിൾ ഡിസ്കേ വരുന്നുള്ളൂ, അത് 260 mm ആണ് ബാക്കിൽ വരുന്നത്. ABS ആണ് വണ്ടി. പിന്നെ ഫ്രണ്ട് സൈഡ് നോക്കുവാണെങ്കിൽ ഡുവൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഹെഡ് ലാമ്പ്. അതേപോലെ ഒരു ചെറിയൊരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതെ, പിന്നെ ഒരു വൈസർ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു അഡ്വഞ്ചർ ടൂറർ വാഹനങ്ങളുള്ളതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് വൈസർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ വണ്ടിക്ക് പ്രൊട്ടക്ഷനായിട്ട് ഇൻ കേസ് വീണാലൊന്നും പറ്റാണ്ട് ഫുൾ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതെ, ഇതിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു DRL വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബെനലിയുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് ഒരു മിഡിൽ വെയിറ്റ് അഡ്വഞ്ചർ ബൈക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അറിയാലോ, ഇതൊരു ഓഫ് റോഡ് പർപ്പസിന് ഉദ്ദേശിച്ചിരിക്കുന്ന വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ 220 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സോ ആ ഒരു പർപ്പസിന് വേണ്ടി തന്നെ നമുക്ക് ഇതിന്റെ സൈലൻസർ പോർഷൻ അങ്ങനെ തന്നെ അവരത് ഫിക്സ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. മറ്റേ 502 അടിയിൽ അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് വരുന്നത്. ഇത് ഓഫ് റോഡിന് വേണ്ടിയിട്ട് മീൻസ് അത് മെയിൻലി ഒരു റോഡ് ടൂർ ബൈക്കായിട്ടാണ് അവർ ആ ഒരു കൺസെപ്റ്റ് ഇറക്കിയിരിക്കുന്നതാണ്. ഇത് കുറച്ചും കൂടെ ഡേർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അത് പിന്നെ ഒരു ട്വിൻ എഞ്ചിനാണ് ഇതിന്റെ അകത്ത് വരുന്നത്. അതെ, അതിൽ തന്നെ ആ എക്സോസ്റ്റിന്റെ നോട്ടാണെങ്കിലും അടിപൊളി ശബ്ദമാണ് അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും 500cc വളരെ നല്ല രീതിയിലുള്ള ഒരു എക്സോസ്റ്റ് നോട്ട് നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റും ഒരു വാഹനത്തിൽ. അപ്പോൾ നമ്മൾ ഈ വണ്ടീനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് വൈൻഡപ്പിനുള്ള ടൈമായി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും ബൈ.